വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഒരു ദിവസം തെരുവു നായയുടെ ആക്രമണത്തിൽ കടിയേറ്റ മനുഷ്യരുടെ ഒരു വാർത്തയെങ്കിലും നമ്മൾ വായിക്കാറുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. കേരളത്തിൽ തെരുവു നായയുടെ കടിയേൽക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നോക്കിയാൽ തെരുവു നായയുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 100-ന് മുകളിലാണ്. ഇന്ന് സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ദിവസമാണ്. പൊതു ഇടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ നീക്കം ചെയ്യണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. സുപ്രീം കോടതി ഉത്തരവോടെ തെരുവു നായ ശല്യത്തിന് പരിഹാരമാകുമോ? ആദ്യം നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞതെന്നാണ്. സുപ്രീം കോടതി എന്താണ് ഈ ഉത്തരവിലൂടെ നിർദ്ദേശങ്ങളായി നൽകിയിട്ടുള്ളതെന്നാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതു ഇടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതുൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് നായ്ക്കളെ നീക്കം ചെയ്യണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, അതായത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇക്കാര്യമാണ് പറഞ്ഞത്. അതായത് പൊതു ഇടങ്ങളിൽ നിന്ന് നായ്ക്കളെ നീക്കം ചെയ്യണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പിടികൂടുന്ന നായ്ക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ നായ്ക്കളെ പിടികൂടി കഴിഞ്ഞാൽ വന്ധീകരിക്കണം. ആ വന്ധീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിയമം അനുസരിച്ച് എവിടെ നിന്നാണോ നായ്ക്കളെ പിടികൂടുന്നത് അവിടെ തന്നെ തുറന്നു വിടണമെന്നാണ്. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് വന്ധീകരിച്ചു കഴിഞ്ഞാൽ പിടികൂടിയ സ്ഥലങ്ങളിൽ ഈ നായ്ക്കളെ തുറന്ന് വിടരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നായ്ക്കൾ കയറാതിരിക്കാൻ പൊതു ഇടങ്ങളിലൊക്കെ വേലികൾ സ്ഥാപിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ നന്നായി അനുസരിക്കുന്നുണ്ട്, നന്നായി നടപ്പാകുന്നുണ്ട്. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ അതത് സംസ്ഥാന സർക്കാരുകളും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. ഈ നടപ്പാക്കിയ കാര്യങ്ങളിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയെ സത്യവാങ്മൂലം നൽകി അറിയിക്കുകയും വേണം. അതായത് സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ റോഡുകളിലേക്ക് കാര്യങ്ങൾ വന്നാൽ, അതായത് നമ്മുടെ ദേശീയ പാതകളുണ്ട്, നമ്മുടെ സംസ്ഥാന പാതകളുണ്ട്, ഇവയിലൊക്കെ നമ്മൾ കന്നുകാലികളെ, പശുക്കളെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ കന്നുകാലികളെയൊക്കെ നീക്കാൻ നടപടി സ്വീകരിക്കണം എന്നും കൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇതിന് പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. ഇതിൽ വീഴ്ച വന്നാൽ അത് ഗൗരവമായി കാണുമെന്നാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പായിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന നല്ല നിർദ്ദേശങ്ങളാണ് ഈ ഉത്തരവിലുള്ളതെന്ന് നമുക്ക് പറയാം. പ്രശ്നം ഈ നിർദ്ദേശങ്ങളെല്ലാം ആര് ചെയ്യും, ആര് നടപ്പാക്കും എന്നതിലാണ്. അതായത് പ്രായോഗികമായി വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ഉത്തരവ് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരിന് മുകളിലാണ്. തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ തടസ്സം കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളാണെന്നാണ് മന്ത്രി MP രാജേഷ് അന്നും ഇന്നും പറയുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ മുതൽ 7 വർഷത്തെ അനുഭവ പരിചയമുള്ള ഡോക്ടർമാർ വരെ വേണമെന്നാണ് കേന്ദ്രത്തിന്റെ നിയമം. സംസ്ഥാനങ്ങളുടെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും കെട്ടിയിട്ട് സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ തെരുവ് പട്ടിയെ നിയന്ത്രിക്കണം എന്നാണ്. അപ്പോൾ സംസ്ഥാനങ്ങളെ കേൾക്കുന്നത് വളരെ ഉചിതമാണ്, സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. നിലവിലുള്ള ABC ചട്ടങ്ങൾ അപ്രായോഗികമാണ് എന്ന വാദം ഇനി ആർക്കും സംശയം അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെരുവ് നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. ഇന്ന് ഈ പരമോന്നത കോടതി വിധി പറയുന്ന സമയത്ത് കേരളത്തിൽ 2 തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. കൊല്ലം അഞ്ചലിൽ 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ട് നടന്ന് ഈ ഉള്ള കൊച്ചു പട്ടികളെയും വലിയ പട്ടികളെയും എല്ലാത്തിനെയും കടിച്ച് ആളുകളെയും കടിച്ചു. ഇപ്പോൾ ഒരാൾ നടന്ന് ഇങ്ങോട്ട് പോയപ്പോൾ അയാളെ കാലി കയറി പിടിച്ച് മുണ്ട് കീറിയതുകൊണ്ട് കാലി കടിച്ചില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയിൽ അവിടെ കൊണ്ടിട്ട് അടിച്ച് കൊന്നെന്ന് പറയുന്നു. അതുപോലെ അവിടെ കിടപ്പുണ്ട്. ഇത്ര നേരം വെളുത്തം തൊട്ട് പേടിയായിരുന്നു അഞ്ചക്കത്തേക്കാണ്. ഇവിടെ എത്ര എണ്ണത്തിനെ കടിച്ചെന്ന് അറിയാൻ കണക്കില്ല. ഇവിടെ കിടക്കുന്ന കൊച്ചു പട്ടികളാണ്, പേപ്പട്ടി. തീർന്നില്ല. മാവേലിക്കരയിൽ KSEBയുടെ ഓഫീസിലാണ് ഇന്ന് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഒരാൾക്ക് കടിയേറ്റു. ഒരാൾ ഈ നായ കടിക്കുന്നതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, വീണ് പരിക്കേറ്റു.
ബൈപ്പാസിൻ്റെ അവിടെ ആ സിഗ്നലിൻ്റെ അവിടെ വെച്ചൊരു പെണ്ണിൻ്റെ കാലി കടിച്ചു പട്ടി. അതിന് ശേഷം ഇവിടുന്ന് മേളിൽ വെച്ചൊരു പെണ്ണിൻ്റെ കാലി കടിച്ചു. ഇപ്പാണ്ട് ഒരു അമ്മയുടെ വയ്യാത്ത അമ്മയുടെ അവർക്ക് ആളും പേരൊന്നും ഇല്ലാത്തൊരു അമ്മയുടെ കാലി കടിച്ചു. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവോടെ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ മാറുമോ? ഇല്ല. അപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവിടെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇനി പൂർണ്ണമായ ഉത്തരവാദിത്തം അത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതത് സർക്കാരുകൾക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്ന കാര്യം. അതായത് ഇത് നടപ്പാക്കിയതിനു ശേഷം തെരുവുനായുടെ കടിയേറ്റ വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരായിരിക്കും. കർശന വ്യവസ്ഥകളാണ് അതുകൊണ്ട് നടപ്പാക്കേണ്ടി വരും. പക്ഷേ എങ്ങനെയെന്ന ചോദ്യമുണ്ട്. ABC നിയമത്തിലെ വ്യവസ്ഥകളാണ് പ്രശ്നമെന്ന് പലതവണ പറഞ്ഞതാണ്, സുപ്രീം കോടതിയിലും ചൂണ്ടിക്കാണിച്ചതാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഒരു ഭാഗത്തുള്ളത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്, മറുഭാഗത്ത് പരമോന്നത കോടതിയുടെ നിർദ്ദേശവും. ഇതിൽ ഏത് നടപ്പാക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്.